ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പോൾ നമ്മളിതാ വയലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വയലിലെ മുമ്പ് വന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗന്ധകശാലയൊക്കെ അതുപോലെ ജീരകശാലയാണോ മേ ആ റൈസൊക്കെയാണ് കേട്ടോ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കതിരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ റൈസിൻ്റെ റൈസില്ല അറിയുന്നില്ലല്ലോ നെല്ലിൻ്റെ. വാവ് ഗായ്സ്, ഇത് എടുത്തുകൊണ്ടൊക്കെ പോയി വിട്ട് വേണം മറ്റേ അരിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്നാളെ വരുമ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നിലത്ത്. ഇങ്ങനെ ഓണത്തിന് വരുന്ന സമയത്ത് ജസ്റ്റ് അവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇതാ ഇത്ര ആയത്. കാണാൻ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തുമ്പപ്പൂവിൻ്റെ അടുത്താണ് കേട്ടോ. ഇത് ഇഷ്ടം പോലെ തുമ്പപ്പൂക്കളുണ്ട് കേട്ടോ. എന്ത് രസാലേ നമ്മുടെ തുമ്പപ്പൂ കാണാൻ. അപ്പോൾ തുമ്പപ്പൂവിൻ്റെ ഒരു പാട്ട് പോലും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. അതാ ഗൈസ്, പണ്ട് കുഞ്ഞിക്കാലടി പോലെ ഇരിക്കും കുഞ്ഞി തുമ്പപ്പൂ കണ്ടോ. അതാണ് എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു കവിതയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ മോസ്റ്റായിട്ട് ഇതാ നമ്മളൊരു തുമ്പപ്പൂ പ്ലക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാ ഞാൻ പറിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തുമ്പപ്പൂവ്. നമ്മുടെ സീതാദേവീൻ്റെ കാൽപാദമാണ് നമ്മുടെ തുമ്പപ്പൂ എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ടോ, ശരിക്കും തോന്നൂല്ലേ നമ്മുടെ ഒരു കുഞ്ഞി കാൽപാദം പോലെ. സീതാദേവി അല്ല, പാർവതീൻ്റെ ആണോ അമ്മേ? ദേവീൻ്റെ, സോറി ഗൈസ്, ദേവീൻ്റെ കാൽപാദം പോലെയാണ് നമ്മുടെ എന്തായാലും ദേവി ലക്ഷ്മി ദുർഗ എല്ലാവരും. അപ്പോൾ മോസ്റ്റായിട്ട് ഇതാ ദേവീൻ്റെ കാൽപാദം പോലെയാണ് നമ്മുടെ തുമ്പപ്പൂ എന്നാണ് പറയുന്നത്. വാവ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അടിപൊളിയായിട്ടുണ്ടല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ വേറെ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതാരാന്ന് ചോദിച്ചാൽ നമ്മുടെ പുല്ലു. നോക്ക്, ഇത് നമ്മുടെ പുല്ലാണ്. ഷാർപ്പുണ്ടോ കാണുമ്പോൾ നിങ്ങൾക്ക്? ഇതിങ്ങനെ എടുത്തിട്ടെന്ന് എറിഞ്ഞാൽ നമ്മൾ സ്പോട്ടിലെത്തിരും. മർമ്മം നോക്കി കുത്തിയ അത്രയും ഷാർപ്പാണ് ഇതിൻ്റെ എഡ്ജ്. കണ്ടില്ലേ ഗായ്സ്, നോക്ക്. മോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പുല്ലിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയണ്ടേ? നോക്ക്, ഇത് ഭയങ്കര ഷാർപ്പാണ്. മാത്രമല്ല ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ ഈ പുല്ലിൻ്റെ പേരാണ് ദർഭപ്പുല്ലെന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോസ്റ്റായിട്ട്. പക്ഷെ നമ്മുടെ അവിടെ ഒന്നും ഈ പുല്ല് അങ്ങനെ ഇല്ല. എന്നാൽ ഇവിടെ നോക്ക്, അവിടേക്കൊക്കെ ഇഷ്ടം പോലെ ഈ പുല്ലുണ്ട്. അപ്പം കാണാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ മോസ്റ്റായി കണ്ടത്. ഈ ബലിയൊക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ മോസ്റ്റാണ് ഗൈസ് നമ്മുടെ പുല്ല്. അതുപോലെ കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ എന്താ പറയുക, മോസ്റ്റ് ഷാർപ്പുമാണ്. ഇവൻ്റെ അടുത്ത് കളിക്കാൻ ചെന്നാൽ അറിയും പടുപ്പസ് വെടും, അങ്ങനത്തെ ആളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയാൻ മറക്കരുത്. ആനമഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയൊക്കെയാണ് ഗൈസ്. കാർമേഘങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. പോവാല്ലേ? തുള്ളി മഴ മഴ പെയ്തു, വാ പോവാ.